നമസ്കാരം, വെൽക്കം ടു കെ എസ് മെൻറ്റർ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കായിട്ട് ഒരുപാട് വീഡിയോ സീരീസുകൾ നമ്മുടെ കെ എസ് മെൻറ്റർ ചാനലിൽ റൺ ചെയ്യുന്ന കാര്യം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഇനീഷ്യേറ്റീവുകളുടെ ഭാഗമായിട്ട് നമ്മുടെ PYQ ബ്ലൂ പ്രിൻറ്റ് എന്ന ആ സക്സസ്ഫുൾ സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റുകളുടെയും അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ എടുത്ത് അതിൻ്റെ അകത്ത് മുമ്പ് PSC ചോദിച്ച ചോദ്യങ്ങളിലൂടെ നിങ്ങളെ ആ സബ്ജക്റ്റ് പഠിപ്പിക്കും, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് പഠിപ്പിക്കും. ഇതാണ് ഈ സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിൻ്റെ അകത്ത് തന്നെ DPSPയിൽ നിന്ന് പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരും. നിങ്ങൾക്കറിയാം DPSP ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പാർട്ട് 4 ഒരു കാര്യമാണ്. എന്താണ് DPSP? ഇന്ത്യയെ വെൽഫെയർ സ്റ്റേറ്റ് ആക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് തന്നിരിക്കുന്ന കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. ഗവൺമെൻറ്റിനോട് നിങ്ങൾ അത് ചെയ്യണം, സ്റ്റേറ്റ് ഇത് ചെയ്യണം, സ്റ്റേറ്റ് പഞ്ചായത്തുകളെ എന്ത് ചെയ്യണം, ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനായി വർക്ക് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഡെവലപ്പ് ചെയ്യണം, ഇന്ത്യയിലെ ഇനിക്വാളിറ്റി കുറയ്ക്കണം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ പാർട്ട് 4 അകത്ത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗത്ത് നിങ്ങൾ കണ്ടു കാണും. 36 ഇന്ത്യ എന്ന ഈ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ 36 എന്താണ് സ്റ്റേറ്റ്, അവിടെ നിങ്ങൾ പഠിക്കും. ഫണ്ടമെൻ്റൽ റൈറ്റ് ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 3 ആർട്ടിക്കിൾ 12 പറഞ്ഞ അതേ സ്റ്റേറ്റിന് ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന്. ദെൻ 37 DPSPയുടെ ഇമ്പോർട്ടൻസ് പറയും, എന്തിനാണ് DPSP എന്ന് പറയും. 38 മുതൽ ഓരോരോ ഡയറക്റ്റീവുകളായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്ന 51 വരെയുള്ള പ്രൊവിഷ്യൻസ് ആണെന്ത് ഈ DPSP എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞു, ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കി മാറ്റാം. അപ്പോൾ DPSPയിൽ നിന്ന് ചില രസകരമായ ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്. അപ്പോൾ അതിലെ ഒരു 3 ചോദ്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം, എന്നിട്ട് ആ പോർഷൻസ് പഠിച്ചു പോകാം. ഓക്കെ. So first question, directive principles of state policy in the Indian constitution resemble instrument of instruction enumerated in the, അതായത് മുമ്പ് നടന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റുകളിൽ ഏതോ ഒരു സ്റ്റേജിൽ ഈ DPSPയുടെ വേറൊരു രൂപമുണ്ടായിരുന്നു. അത് ഏത് ആക്റ്റാണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1909 ഉണ്ട്, 1919 ഉണ്ട്, 1935 ഉണ്ട്, 1947 ഉണ്ട്. സോ ഒബ്വിയസ്ലി DPSP പഠിച്ചു തുടങ്ങുന്ന നിങ്ങൾ ഇത് 1935 ആണെന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലെത്തിക്കാണും. അപ്പോൾ ആൻസർ അത് തന്നെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935. നിങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഒരു പ്രത്യേക ചുമതല കൊടുത്ത് കാണാം. പാർലമെൻറ്റിൻ്റെ മുന്നിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ വെക്കണം, ആൻഡ് വിച്ച് ഈസ് പ്രപ്പോസ് ടു റെക്കമെൻഡ് His Majesty to issue the Governor General, and no further proceedings shall be taken in relation thereto except in pursuance to address presented to His Majesty. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനോട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നെല്ലാം DPSPയിൽ പറയുന്നതിൻ്റെ പഴയൊരു രൂപമായിരുന്നു 35 ആക്റ്റിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനോട് അന്നത്തെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുന്നിൽ വെക്കാൻ പറഞ്ഞ, ഈ ആക്ട് പ്രകാരം വെക്കാൻ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആൻഡ് ഇതിനെ തുടർന്ന് പറയുന്നുണ്ട്, ഈ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നെങ്കിൽ അവരെ അത് വർക്ക് ചെയ്യാൻ വേണ്ടി സമ്മതിക്കണം, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല തുടങ്ങിയ പ്രൊവിഷൻസ്. അപ്പം നമ്മുടെ ടേക്ക് ഇതാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 ഇന്ത്യൻ ഗവൺമെൻറ് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് വിളിച്ചിരുന്ന പേരാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതിൻ്റെ ഒരു പുതിയ രൂപമാണ് എവിടെയുള്ളത്, ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള DPSP എന്നുള്ളത്. മനസ്സിലായല്ലോ? സോ ആ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. സെലക്ട് ദി ആൻസർ ഫ്രം ദി ഗിവൺ ബിലോ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് DPSP. അപ്പോൾ DPSPയുടെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില ഹിസ്റ്റോറിക്കലായുള്ള കാര്യങ്ങളടക്കം അറിയുന്ന അല്ലെങ്കിൽ അറിയേണ്ട ഒരു ചോദ്യമാണിത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത്, ദി ഐഡിയ വാസ് ബോറോഡ് ഫ്രം ദി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സം ഐഡിയാസ് were റിഫ്ലക്ഷൻ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഇറ്റ്സ് എ യാർഡ് സ്റ്റിക്ക് ടു മെഷർ ദി പെർഫോമൻസ് ഓഫ് ദി ഗവൺമെൻറ്. ഇറ്റ് ഈസ് സബ്ജക്ട് ടു അമെൻമെൻറ്റ് ആൻഡ് ഈസ് ബിയോണ്ട് ദി ജുഡീഷ്യൽ റിവ്യൂ. 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ, ദി ഐഡിയ വാസ് ബോറോഡ് ഫ്രം ദി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതല്ല എന്ന് DPSP പഠിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയണം. DPSP എന്നുള്ള ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ നമുക്കറിയാം, ഓൾറെഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് വെച്ചാൽ യെസ്, തീർച്ചയായാണ്. പക്ഷേ അതല്ലാതെ തന്നെ
അതേ സമയത്ത് തന്നെ വന്ന ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ആർട്ടിക്കിൾ 45 അകത്ത് DPSPs എന്നുള്ളൊരു പ്രൊവിഷൻ കാണാം. അതും നമ്മുടെ DPSP നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണല്ലോ ഇത് തോന്നുന്നു, ഭയങ്കര സിമിലർ ആണ്. ലൈക്ക് നിങ്ങൾ അതിൻ്റെ അകത്ത് ചില പ്രൊവിഷൻസ് നോക്കിയാൽ ദ സ്റ്റേറ്റ് ഷാൾ ഇൻ പെർട്ടിക്കുലർ ഡയറക്റ്റ് പോളിസീസ് ടുവാർഡ് ദാറ്റ് ദ സിറ്റിസൺ ഹൂ മെൻ ആൻഡ് വുമൺ ഈക്വലി ഹാവ് ദ റൈറ്റ് ടു അഡ്യൂക്കേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ആൻഡ് ത്രൂ ഒക്യുപ്പേഷൻ മീൻസ് ഓഫ് മേക്കിംഗ് റീസണബിൾ പ്രൊവിഷൻ ഫോർ ദെയർ ഡൊമസ്റ്റിക് നീഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പിളിനെ പറയുന്നതന്നെ ദീസ് പ്രിൻസിപ്പിൾസ് ആർ സെറ്റ് ഫോർത്ത് ഇൻ ദിസ് ആർട്ടിക്കിൾ ആർ ഇന്റൻഡഡ് ഫോർ ദി ജനറൽ ഗൈഡൻസ് ഓഫ് ദി ഓറിയാക്ട്സ് ആൻഡ് ദി അപ്ലിക്കേഷൻ ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ദ മേക്കിംഗ് ഇറ്റ് ഷാൾ ബി ദ കെയർ ഓഫ് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുക. അതായത് ഇത് ഇന്ത്യൻ സ്റ്റേറ്റിനോട് നമ്മുടെ DPSP പറയുന്ന അതേ കാര്യം തന്നെയാണ് ഐറിഷ് സ്റ്റേറ്റിനോട് എവിടെ പറയുന്നത്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് DPSPസും പറയുന്നത്. സോ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്റ്റീവ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് DPSPs എവിടെ നിന്നല്ല, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇൻസ്പയർഡ് അല്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ ഓരോന്നോരോന്നായി കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം എത്രമാത്രം ആൾക്കാർക്ക് അത് അറിയും എന്നുള്ളത്. സെക്കൻഡ് ചോദ്യം എന്തായിരുന്നു, സം ഐഡിയാസ് റിഫ്ലക്ഷൻ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. DPSP പഠിക്കുന്ന സമയത്ത് DPSPക്ക് അകത്തോ കോൺസ്റ്റിറ്റ്യൂഷൻ അകത്തോ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനും ഇല്ല. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിനെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യും അല്ലേ. ഒന്ന് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ആർട്ടിക്കിൾസ് ലൈക്ക് ആർട്ടിക്കിൾ 38, 39 വേർ ഇന്ത്യയിലെ ഇനിക്വാളിറ്റി കുറയ്ക്കണം, ഇൻകത്തിലും സ്റ്റാറ്റസിലും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള നാച്ചുറൽ റിസോഴ്സുകൾ കോമൺ ഗുഡിന് വേണ്ടി ഉപയോഗിക്കണം എന്നെല്ലാം പറയുന്നത് നമുക്കറിയാം ഒരു സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയ പിന്താങ്ങുന്ന പ്രിൻസിപ്പിൾസ് ആണ്. എന്നാൽ അതേസമയം തന്നെ ചില DPSPs നിങ്ങൾക്ക് കാണാം, ആർട്ടിക്കിൾ 40 നിങ്ങൾ പഠിക്കുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 47 പോലെയുള്ള പ്രൊവിഷൻസ് പഠിക്കുന്ന ഡ്രഗ് പോലെയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടി സ്റ്റേറ്റ് ഇടപെടണം എന്നുള്ള കാര്യങ്ങൾ. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ഈ പറയുന്ന ഗാന്ധിയൻ വേ ഓഫ് പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ഗാന്ധിയൻ ഐഡിയയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. എന്നാൽ അതേസമയം തന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 44 പോലെ വേർ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 48 പോലെയുള്ള പ്രൊവിഷൻസിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 50, 51 പോലെയുള്ള പ്രൊവിഷൻസ് വേർ ഇൻ്റർനാഷണൽ പീസ് ഉറപ്പുവരുത്തുക ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം എന്നെല്ലാം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്താണ്, അതൊരു ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ഒരു മോഡേൺ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഒരു ലിബറൽ സൊസൈറ്റി ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞ 50, 51 പോലെയുള്ള കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പോൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ സം ഐഡിയാസ് ആർ റിഫ്ലക്ഷൻ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. 2 and 3, 2, 3 and 4 2 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. 3 ആക്ച്വലി നോക്കേണ്ട കാര്യമില്ല, 2 സ്റ്റിൽ നമ്മൾ നോക്കുന്നു. ഇറ്റ്സ് എ യാർഡ് സ്റ്റിക്ക് ടു മെഷർ ദി പെർഫോമൻസ് ഓഫ് ദി ഗവൺമെൻറ് പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള യാർഡ് സ്റ്റിക്ക് ആയിട്ട് DPSPs മാറുന്നു. DPSP നമ്മൾ പൊതുവെ പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ കയ്യിലുള്ളൊരു ടൂളാണത്. നമ്മൾ അറിഞ്ഞില്ലേ ഓരോ തവണ ഇലക്ഷന് നിങ്ങൾ പോളിംഗ് ബൂത്തിലോട്ട് എത്തുന്ന സമയത്തും DPSPs നടപ്പാക്കി എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുക അല്ലേ. ഓൾഡ് ഏജിനെ സഹായിച്ചിട്ടുണ്ടോ, വൾണറബിൾ സെക്ഷൻസിനെ സഹായിച്ചിട്ടുണ്ടോ, മീൻസ് പെൻഷൻ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിൽഡ്രൻസ് അവരെ ടെൻഡർ ഏജിൽ അവരെ വളരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ നോക്കല്. അപ്പോൾ DPSPs ആർ ഈ ആർട്സിക് ടു ചെക്ക് ദ പെർഫോമൻസ് ഓഫ് ദ ഗവൺമെൻറ് എന്നുള്ളത് ശരിയാണ്. ആൻഡ് കുറച്ചുകൂടെ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് തന്നെ ആർട്ടിക്കിൾ 37 നിങ്ങൾക്ക് കാണാം. അതായത് 36 സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞ് 37 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പറയുന്നത് എന്തിനാണ് DPSP എന്നുള്ളതാണ്. അവിടെ വിശദമായി പറയുന്നുണ്ട്, ദീസ് ഡയറക്റ്റീവ്സ് ഓർ ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഫണ്ടമെൻ്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് ദിസ് കൺട്രി. ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് ആ സ്റ്റേറ്റ് കാണേണ്ട പ്രിൻസിപ്പിൾസ് ആണ്, ഡയറക്റ്റീവ്സ് ആണ് എന്ത്, ദീസ് DPSPs. അപ്പോൾ പിന്നെ വേറെ തെളിവുകളൊന്നും വേണ്ട, സ്റ്റേറ്റ്മെൻറ്റ് 3 ശരിയാണ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു അമെൻമെൻറ്റ്. നിങ്ങൾക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എന്തും അമെൻഡ് ചെയ്യാം എക്സെപ്റ്റ് ദി ബേസിക് ഫീച്ചേഴ്സ് ഓർ എക്സെപ്റ്റ് ദി തിങ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ബേസിക് ഫീച്ചേഴ്സ്. അതല്ലാത്ത എന്ത് ചെയ്യാം, അമെൻഡ് ചെയ്യാൻ പറ്റും. സോ അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശരിയാണ്. ആൻഡ് ഈസ് ബിയോണ്ട് ദി ജുഡീഷ്യൽ റിവ്യൂ. അവിടെ ബേസിക് ഫീച്ചർ പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കാണും, ജുഡീഷ്യൽ റിവ്യൂ ഈസ് ഓൾസോ എ ബേസിക് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് എടുത്തു കളയാൻ വേണ്ടി പറ്റില്ല. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി, തെറ്റായി. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്, ഇങ്ങനെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് തരും കേട്ടോ. അതിലെ ഫസ്റ്റ് പാർട്ട്
തീർച്ചയായും ശരിയാവും. അത് കണ്ട ഉടനെ ഓടിപ്പോയി 2, 3, 4 കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ എന്തുണ്ട്, ഈസ് ബിയോണ്ട് ദി ജുഡീഷ്യൽ റിവ്യൂ. DPSP ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് കോടതിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചറാണ്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുന്ന സമയത്ത് 2, 3 ആൻസർ ആയിട്ട് വരും. ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത്. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. നോക്കിയാൽ in which of the following cases did Justice K.S. Edge observe that fundamental rights and DPSPs of state policy constitute the conscience of the conscience of the constitution? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോൺഷ്യസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് DPSPs ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് ഏത് കോടതി വിധിയിലാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ DPSP ഫണ്ടമെൻ്റൽ റൈറ്റും തമ്മിലുള്ള ഇഷ്യൂസ് പഠിക്കുന്ന സമയത്ത്, അവർ തമ്മിലുള്ള അടി പഠിക്കുന്ന സമയത്ത് അവസാനം അതൊന്ന് കേശവാനന്ദ ഭാരതി കേസിന് ശേഷവും മിനർവ മിൽസ് കേസിന് ശേഷവും ഒന്ന് അടങ്ങും. അല്ലെങ്കിൽ ഒന്ന് ഇത് തമ്മിലിങ്ങനെ തല്ലുകൂടേണ്ടതല്ല, ഇത് തമ്മിൽ എപ്പോഴും ഒരുമിച്ച് പോകേണ്ടതാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് നിങ്ങളെത്തും. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലാസ് റൂമുകളിൽ കാണും. അപ്പോൾ ഇവിടെ ഒന്ന് പൊളിറ്റി പഠിച്ചു പോയ ആൾക്കാർക്ക് ഫെമിലിയർ ആവുന്ന പ്രധാനപ്പെട്ട കേസ് ഇതിൽ കേശവാനന്ദ ഭാരതി കേസാണ്. അവരത് ആൻസർ അതെന്ന രീതിയിൽ കുത്തിയിട്ട് വരും. ആൻഡ് ഞാൻ പറഞ്ഞ ഇവല്യൂഷൻ, സഞ്ജയ് സിംഗ് മുതലുള്ള ഇവല്യൂഷൻ പഠിച്ചു വരുന്ന ഒരാളും സ്വാഭാവികമായിട്ടും കേശവാനന്ദ ഭാരതിയിലായിരിക്കാം ഇങ്ങനെയൊരു കാര്യം പറയാൻ ചാൻസ് ഉള്ളൂ. കാരണം അവിടെ എത്തുമ്പോഴാണ് DPSP അല്ല വലുത്, ഫണ്ടമെൻ്റൽ റൈറ്റും അല്ല വലുത്. രണ്ടും ഒരുമിച്ച് നിൽക്കണം. രണ്ടും ഈ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മനസാക്ഷിയാണ് എന്ന് പറയുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വരണമെങ്കിൽ അത് കേശവാനന്ദ ഭാരതി ആകും എന്നുള്ളൊരു ലോജിക്കൽ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ കേശവാനന്ദ ഭാരതിക്കകത്ത് ഒരുപാട് തവണ ജഡ്ജിമാർ, എസ്പെഷ്യലി KS Edge പോലെ ഈ വിധിയെ അനുകൂലിച്ച, കേശവാനന്ദ ഭാരതി വിധിയെ ഭൂരിപക്ഷ വിധിയെ അനുകൂലിച്ച ജഡ്ജിമാർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അവരവിടെ നിന്ന് എടുത്തു പറഞ്ഞ കാര്യമല്ല. മുമ്പ് പലപ്പോഴും പല കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടുകളും കോട്ട് ചെയ്തൊരു കാര്യത്തെ അവർ വീണ്ടും ജഡ്ജ്മെൻറ്റിൽ കോട്ട് ചെയ്യുമായിരുന്നു. സോ ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റും DPSPയും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ കൺസേൺസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എടുത്തു പറഞ്ഞത് അത് കേശവാനന്ദ ഭാരതി കേസിലായിരുന്നു. ആ കേശവാനന്ദ ഭാരതി കേസിൽ അല്ലെങ്കിൽ അത് വിധി പറഞ്ഞ ജഡ്ജിങ് പാനലിൽ ഒരാളായിരുന്നു KS Edge എന്നുള്ളത്. അപ്പോൾ അതൊന്ന് എടുത്ത് ചോദിച്ചു. പക്ഷേ എനിക്ക് ഇപ്പോഴും ഉറപ്പാണ് ഈ ചോദ്യം ഇട്ട ഒരാൾ ഈ പറയുന്ന എല്ലാ ജഡ്ജ്മെൻറ്റിലെയും ജഡ്ജിമാരുടെ വിധി പ്രസ്താവനകൾ മുഴുവൻ നിങ്ങളെ കൊണ്ട് പഠിക്കണം എന്നല്ല ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇത് രണ്ടും തമ്മിൽ ഒരു എന്താ പറയുക, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഐഡിയ എല്ലാം ഏത് കാലത്താണ് എത്തിയത്, ഈ ജഡ്ജ്മെൻറ്റുകൾ ഏതാണ് അത് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് പറയാൻ സാധ്യതയുള്ള ഒന്ന് എന്ന് നിങ്ങൾ അറിയലായിരിക്കും തീർച്ചയായും ഈ ഒരു ചോദ്യം ഉണ്ടാക്കിയ ഒരാളുടെ ഉദ്ദേശം. അപ്പോൾ അതുകൂടെ നിങ്ങളെ അറിയിക്കാനാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ബാക്കി ജഡ്ജ്മെൻറ്റുകൾ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് തെറ്റി മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതെ പോകാനോ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നുകൂടെ പറയാനാണ് ഞാൻ ഈ ചോദ്യം എടുത്തത്. എനിവേ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 3 ചോദ്യത്തിൻ്റെയും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഒരു PYQവിനെ അഡ്രസ്സ് ചെയ്യണമെന്നും അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നും പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കൊന്നുകൂടെ വരാം. അപ്പോൾ ഇതിന്ന് ജഡ്ജ്മെൻറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയ ജഡ്ജ്മെൻറ്റുകൾ. അതേസമയം തന്നെ ഓരോ കാര്യം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്റോറിക്കലായ പെർസ്പെക്റ്റീവ് അറിയണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണം. അതുപോലെ തന്നെ അത് നമ്മൾ സിറ്റിസൺസായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ വേണം എന്നെല്ലാം മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ചോദ്യം PSC ഫ്രെയിം ചെയ്ത്. അപ്പോൾ അത് ഫണ്ടമെൻ്റൽ റൈറ്റ് പഠിക്കുമ്പോഴും ഡ്യൂട്ടി പഠിക്കുമ്പോഴും എല്ലാം ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇങ്ങനെയാണ് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഹിസ്റ്റോറിക്കലായ പെർസ്പെക്റ്റീവ് പഠിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചോദ്യം കൂടെ. ഓക്കെ, സോ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഫ്രീ വീഡിയോ സീരീസുകളായിട്ട് KS Mentor ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ KS Mentor ടെലിഗ്രാം ചാനലിലോട്ടും എല്ലാം വരിക. അവിടെ ഇതുപോലെയുള്ള ഫ്രീ കണ്ടൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്, ഫ്രീ നോട്ട്സ് ഒരുപാട് വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മുടെ ഒപ്പം നിൽക്കുക. നമുക്ക് ഒരുമിച്ച് ഈ പറയുന്ന വരുന്ന എക്സാമുകളെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.